സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് DNA ഫിംഗർ പ്രിൻറ്റിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതുകൂടെ കഴിയുമ്പോഴത്തേന് ഈ ചാപ്റ്റർ കഴിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ എല്ലാവരും പഠിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. DNA സ്ട്രക്ചറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ, അതുപോലെ തന്നെ ഒപ്പറോൺസ്, അതുപോലെ തന്നെ HGP, ഇനിയും പറയാൻ പോകുന്ന DNA ഫിംഗർ പ്രിൻറ്റിങ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം DNA ഫിംഗർ പ്രിൻറ്റിങ്ങിനെ പറ്റി നോക്കാം. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ പറഞ്ഞായിരുന്നു 99.9% ഓഫ് ദി സീക്വൻസും എല്ലാ ഹ്യൂമൻസിനെ നോക്കുകയാണെങ്കിലും സെയിം ആണ്. ആ 0.1% ഒക്കെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ആ ഫീനോടൈപ്പിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഡിഫറൻസിൽ വരുന്നതാണ്. ഓക്കെ, നമ്മൾ അപ്പിയറൻസിലൊക്കെ മാറിയിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്വഭാവം വ്യത്യാസപ്പെട്ടിരിക്കുന്നതൊക്കെ ഈ ഒരു 1% നമ്മൾ വ്യത്യാസം, 0.1% മാത്രം നമ്മൾ വ്യത്യാസപ്പെട്ട് ഇരിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽസിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻസിനകത്തുള്ള ഇൻഡിവിജ്വൽസിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പോൾ നമുക്കറിയാം ഒരു ഹ്യൂമൻ്റെ ജീനോമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 3 × 10⁹ എന്താണ് ബേസ് പെയർസ് ലെങ്ത് ആണുള്ളത്. അങ്ങനെ നമ്മൾ ഒരുപാട് എല്ലാവരുടെയും നമുക്കങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് പറ്റത്തില്ല. അത്രയും ലെങ്ത് ഉള്ള 2, 3, 4, 5 പേരുടെ ഇങ്ങനെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മുടെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് അല്ലെങ്കിൽ DNA ഫിംഗർ പ്രിൻറ്റിങ് വഴി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DNA സീക്വൻസസിനെ തമ്മിൽ കമ്പയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി DNA ഫിംഗർ പ്രിൻറ്റിങ് എന്താണെന്ന് നോക്കിയാൽ, അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ് ആക്ച്വലി എന്താണ്, രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ ഹോൾ ജീനോമിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാണ്. ഓക്കെ, അതാണ് ശരിക്കും. ഓക്കെ, DNA ഫിംഗർ പ്രിൻറ്റിങ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ് ഡിഫറൻസസ് ഇൻ സം സ്പെസിഫിക് റീജിയൻസ് ഇൻ DNA സീക്വൻസസ് കോൾഡ് റെപ്പറ്റേറ്റീവ് DNA. അപ്പോൾ നമ്മൾ ഫുൾ DNAനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, രണ്ട് വോൾ ജീനോമിനെ നമ്മൾ കമ്പയർ ചെയ്യുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും ലെങ്ത് ഉള്ള രണ്ട് DNA സീക്വൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, DNAക്കകത്തുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചില റീജിയൻസ് ഉണ്ട്, റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന കുറച്ച് റീജിയൻസ് ഉണ്ട്. അതിനെയാണ് റെപ്പറ്റേറ്റീവ് DNA എന്ന് പറയുന്നത്. ആ റീജിയൻസിനെ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവർ തമ്മിലുള്ള രണ്ട് ഇൻഡിവിജ്വൽസിൻ്റെ ആ റീജിയൻസ് നമ്മൾ എടുക്കും. റെപ്പറ്റേറ്റീവ് DNAയുടെ ഉള്ള സീക്വൻസിൻ്റെ ആ റീജിയൻസ് നമ്മൾ എടുത്തിട്ട് അവരെ തമ്മിലാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, അവയിൽ തമ്മിൽ എത്രമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് വെച്ചിട്ടാണ് നമ്മൾ ആ ഇൻഡിവിജ്വൽസിനെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ബിക്കോസ് ഇൻ ദീസ് സീക്വൻസസ് എ സ്മോൾ സ്ട്രെച്ച് ഓഫ് DNA റിപ്പീറ്റഡ് മെനി ടൈംസ്. ഓക്കെ, റെപ്പറ്റേറ്റീവ് DNA എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരേ സെയിം സാധനം തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് സ്മോൾ സ്ട്രെച്ച് ഓഫ് DNA ആണ് എന്തെന്ന് പറഞ്ഞാൽ, ഒരുപാട് തവണ സെയിം സീക്വൻസ് തമ്മിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനാണ് റെപ്പറ്റേറ്റീവ് DNA എന്ന് പറയുന്നത്. Those repetitive DNA are separated from bulk genomic DNA is as different peaks during density gradient centrifugation. അപ്പോൾ നമ്മൾ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരുപാട് ഇങ്ങനെ ജീനോമിക് സീക്വൻസ്, നമുക്കറിയാം നമ്മുടെ ഏറ്റവും റിപ്പീറ്റഡ് സീക്വൻസ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മുടെ ഹ്യൂമൻ ജീനോമിൽ. നമ്മൾ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമുക്ക് അറിയാം ഏറ്റവും ബൾക്കായിട്ടുള്ള ജീനോമിക് DNA നമുക്ക് കിട്ടുന്നതിനകത്തുനിന്ന് നമ്മൾ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ ഉപയോഗിച്ചിട്ട് ഈ റെപ്പറ്റേറ്റീവ് DNA സീക്വൻസിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്തെടുക്കും. കാരണം ഡെൻസിറ്റി കൂടുതലായിരിക്കും അവർക്ക്. അപ്പോൾ നമ്മൾ ഈ റെപ്പറ്റേറ്റീവ് DNA സീക്വൻസിനെ നമ്മൾ അതിനകത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കും. The bulk DNA forms a major peak and the small peak refers to the satellite DNA. ഓക്കെ, ബാക്കി DNA ആണ് മേജർ പീക്കിൽ വരുന്നത്. മറ്റേ നമ്മുടെ സാറ്റലൈറ്റ് DNA അല്ലെങ്കിൽ ഈ റെപ്പറ്റേറ്റീവ് DNA എന്ന് പറയുന്നത് സ്മോൾ പീക്കിലാണ് വരുന്നത്. ഓക്കെ, ഡിപ്പെൻഡിങ് ഓൺ ദ ബേസ് കമ്പോസിഷൻ, അതുപോലെ തന്നെ A ആണോ T ആണോ, A⁻T ആണോ കൂടുതൽ, G⁻C ആണോ കൂടുതൽ, അങ്ങനെയുള്ളത് വെച്ചിട്ട്, അല്ലെങ്കിൽ സെഗ്മെൻറ്റ്സിൻ്റെ ലെങ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ റെപ്പറ്റേറ്റീവ് യൂണിറ്റ്സിൻ്റെ നമ്പർ വെച്ചിട്ട് ദ സാറ്റലൈറ്റ് DNA ക്ലാസിഫൈഡ് ഇൻറ്റു ഒരുപാട് കാറ്റഗറീസ് ഒക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മൈക്രോ സാറ്റലൈറ്റ് എന്നും മിനി സാറ്റലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടായിട്ട് ഈ സാറ്റലൈറ്റ് DNAനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. These sequences normally do not code for any protein, but they form a large portion of human genome. മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. These sequences show high degree of polymorphism and form the basis of DNA fingerprinting. മനസ്സിലായോ? ഈ സാറ്റലൈറ്റ് DNA എന്ന് വെച്ചാൽ മൈക്രോ സാറ്റലൈറ്റ് DNA, മിനി സാറ്റലൈറ്റ് DNA ഒക്കെ എന്ത് സംഭവിക്കും, അവയിൽ
ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന റിപ്പീറ്റ് സീക്വൻസ് ആണെങ്കിൽ പോലും അവയുടെ ഇടയിലാണ് ഏറ്റവും കൂടുതലായിട്ട് പോളിമോർഫിസം കാണിക്കുന്നത്. എന്ന് വെച്ചാൽ രണ്ട് ഇൻഡിവിജ്വൽസ് എടുക്കുകയാണെങ്കിൽ ആ റീജിയൻസിലായിരിക്കും ഈ റെപ്പറ്റേറ്റീവ് DNA അല്ലെങ്കിൽ മൈക്രോസാറ്റലൈറ്റ് DNA വരുന്ന പോർഷനിലായിരിക്കും അവർ തമ്മിലുള്ള ഡിഫറൻസ്, ഒരു സിംഗിൾ ന്യൂക്ലിയോറ്റൈഡ് ഡിഫറൻസ് ഒക്കെ എപ്പോഴും കൂടുതൽ, പോളിമോർഫിസം എപ്പോഴും വ്യത്യാസം എപ്പോഴും കാണിക്കുന്നത് ഈ സാറ്റലൈറ്റ് DNA ഉള്ള ഭാഗത്തായിരിക്കും. അതാണ് ഈ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ബേസിസ് എന്ന് പറയുന്നത്. സിൻസ് DNA ഫ്രം എവറി ടിഷ്യൂ എന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡിൽ നിന്നോ ഹെയർ ഫോളിക്കിളിൽ നിന്ന്, സ്കിൻ, ബോൺ, അതുപോലെ തന്നെ സലൈവ, സ്പേമിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് DNA എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ ഇൻവെസ്റ്റിഗേഷൻ സിനിമയൊക്കെ കാണുമ്പം അവരൊരു മുടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നഖത്തിൻ്റെ തുമ്പോ എന്തെങ്കിലും സലൈവ, ബ്ലഡ്, അതൊക്കെ എന്താണ് അവരതിനെ എടുത്തുകൊണ്ട് പോയിട്ട് അത് ഇന്ന ഇൻഡിവിജ്വലിൻ്റെ ആണ് എന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ DNA ഫിംഗർ പ്രിൻറ്റിങ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഫോറൻസിക് സയൻസിൽ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഈ DNA ഫിംഗർ പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കിപ്പം ഒരു കൊലപാതകം നടന്ന ഒരു സ്ഥലത്ത് നമ്മൾ ചെന്നപ്പോഴത്തേന് നമുക്ക് അവിടുന്ന് ഒരു പ്രതിയുടെ എന്തെങ്കിലും ഒരു വിക്ടിമിൻ്റേതും അതുപോലെ പ്രതിയുടേതും ഒക്കെ ആയിട്ടുള്ള മുടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ മുടിയിലുള്ള DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് നമ്മൾക്ക് കുറച്ച് പേരെ സംശയം കാണുമല്ലോ, ആ സംശയമുള്ള ആൾക്കാരുടേതും ഇതുപോലെ തന്നെ നമ്മൾ സീക്വൻസ് ചെയ്തെടുക്കും DNA. എന്നിട്ട് നമ്മൾ ഇവരുടെ തമ്മിലുള്ള ഈ റെപ്പറ്റേറ്റീവ് DNA നമുക്ക് കിട്ടിയ മുടിയിൽ നിന്ന് കിട്ടിയ DNAയും അതുപോലെ തന്നെ ഈ നമുക്ക് സംശയമുള്ള ആളുടെ DNAയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. DNAക്കകത്തുള്ള ഈ റെപ്പറ്റേറ്റീവ് സീക്വൻസാണ് നമ്മൾ കമ്പയർ നോക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു വ്യത്യാസം, പോളിമോർഫിസം കൂടുതലാണ് എങ്കിൽ അവർ തമ്മിൽ രണ്ട് വ്യക്തികളാണ്, അവർ തമ്മിൽ സെയിം വ്യത്യാസമൊന്നുമില്ല, അവർ തമ്മിൽ ആ മുടിയുള്ള ആളുടെ തന്നെയാണ് ഈ നമ്മൾ ഉദ്ദേശിച്ച പ്രതിയും എങ്കിൽ തന്നെ എന്ത് സംഭവിക്കും, ഈ രണ്ടും സെയിം പോളിമോർഫിസം വളരെ കുറഞ്ഞിട്ട് വ്യത്യാസം വളരെ കുറവായിരിക്കും ഈ രണ്ട് സീക്വൻസ് തമ്മിൽ. അതാണ് പറഞ്ഞത്, മനസ്സിലായോ? അപ്പം അങ്ങനെയാണ് നമ്മൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഒരുപാട്. They become very useful identification tool in forensic applications. Further, as the polymorphism are inheritable from parents to children. അതുപോലെ തന്നെ ഈ പോളിമോർഫിസം എന്ത് ചെയ്യുന്നുണ്ട്, പേരൻസിൽ നിന്ന് ചിൽഡ്രൻസിലേക്കും പോകുന്നുണ്ട്. നമ്മൾ DNA ടെസ്റ്റ് ചെയ്യുന്നത് ശരിക്കും DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ്. ഫാദർ ആരാണ് അല്ലെ മദർ ആരാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള DNA ഫിംഗർ പ്രിൻറ്റിംഗ് ചെയ്യുന്നതും പറ്റേണിറ്റി ടെസ്റ്റ് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ടാണ്. As polymorphism in DNA sequences is basis for genetic mapping of human genome as well as DNA fingerprinting. ഓക്കെ, പിന്നെന്താണ്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിസ് എന്ന് പറയുന്നത് പോളിമോർഫിസമാണ്. പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ എന്താണ്, വേരിയേഷൻ അറ്റ് ജനറ്റിക് ലെവലാണ്, എറൈസസ് ഡ്യൂ ടു മ്യൂട്ടേഷൻ വഴിയാണ് ഈ പറഞ്ഞ പോളിമോർഫിസം ഉണ്ടാവുന്നത്. ഓക്കെ, സൊമാറ്റിക് ന്യൂ മ്യൂട്ടേഷൻസ് മേ എറൈസ് ഇൻ എൻ ഇൻഡിവിജ്വൽ എയ്തർ ഇൻ സൊമാറ്റിക് സെൽസിലും ഉണ്ടാവാം അല്ലെങ്കിൽ ജേം സെൽസിലും ഉണ്ടാവാം, റീപ്രൊഡക്റ്റീവ് സെൽസിലും ഉണ്ടാവാം അല്ലെങ്കിൽ സൊമാറ്റിക് സെൽസിലും ഉണ്ടാവാം. If germ cells mutation does not seriously impairs individual's ability to have offsprings to can transmit the mutation, it can spread to the other members of the population. പിന്നെ മനസ്സിലായോ? ഇപ്പോൾ ഒരു എന്താണ്, ഒരു ജേം സെല്ലിലാണ് ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചത് എങ്കിൽ അത് നെക്സ്റ്റ് ജനറേഷനിലോട്ട് ട്രാൻസ്ഫർ ആവും, അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനിലോട്ട് അത് സ്പ്രെഡ് ആവും, കാരണം സെക്ഷൽ റീപ്രൊഡക്ഷൻ ആയതുകൊണ്ട് തന്നെ. Allelic ആയിട്ടുള്ള സീക്വൻസസ് വേരിയേഷൻ ഹാസ് ട്രഡീഷണലി ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് DNA polymorphism if more than one variant at locus important in human population with frequency than 0.01. വളരെ ചെറിയ പെർസെൻറ്റേജ് മാത്രമുള്ള ഫ്രീക്വൻസീസ് ആണ് നമ്മുടെ ഹ്യൂമൻ അലീലിക് ജീനിലൊക്കെ ഉണ്ടാവുന്നത്. ഇൻ സിമ്പിൾ ടേമിൽ പറയുവാണെങ്കിൽ ഇഫ് ആൻ ഇൻഹെറിറ്റബിൾ മ്യൂട്ടേഷൻ ഈസ് ഒബ്സർവ്ഡ് ഇൻ എ പോപ്പുലേഷൻ അറ്റ് എ വെരി ഹൈ ഫ്രീക്വൻസി ദാറ്റ് ഈസ് കോൾഡ് DNA പോളിമോർഫിസം. പറഞ്ഞാൽ മനസ്സിലായോ? ഹെറിറ്റബിൾ മ്യൂട്ടേഷനാണ് ഒരു പോപ്പുലേഷനകത്ത് ഒരു ഹെറിറ്റബിൾ മ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ജനറേഷനിലോട്ട് പോകുന്ന മ്യൂട്ടേഷനാണ് അതും ഹൈ ഫ്രീക്വൻസിയിൽ നടന്നെങ്കിലാണ് അതിനെ DNA പോളിമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇങ്ങനെയുള്ള മ്യൂട്ടേഷൻസ് ആണെങ്കിൽ ജനറേഷൻ ആഫ്റ്റർ ജനറേഷനിലൊക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്ത് വരും ആൻഡ് ഫോം വൺ ബേസിസ് ഓഫ് വേരിയബിലിറ്റി ആൻഡ് പോളിമോർഫിസം. അതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ദ ടെക്നിക് DNA ഫിംഗർ പ്രിൻറ്റിംഗ് വാസ് ഇനീഷ്യലി ഡെവലപ്ഡ് ബൈ അലക് ജെഫ്രി ആണ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ടെക്നിക്ക് ആദ്യമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ഹി യൂസ്ഡ് സാറ്റലൈറ്റ് DNA as probe that shows very high degree of polymorphism. ഓക്കെ, സാറ്റലൈറ്റ് DNA ആണ് അദ്ദേഹം പ്രോബായിട്ട് യൂസ് ചെയ്തത്. അവിടെയാണെങ്കിൽ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് ആണ് അതിന് പറയുന്നത്. കാരണം സാറ്റലൈറ്റ് DNAയിൽ ഒരുപാട് ഹൈ
ഡിഗ്രി ഓഫ് പോളിമോർഫിസം ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയെ വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ് എന്നാണ് പറയുന്നത്. VNTR എന്നാണ് ഇതിന് പറയുന്നത്. The technique as used earlier involves southern blot and hybridization using radio labeled VNTR as probes. അപ്പോൾ നമുക്ക് നോക്കാം സ്റ്റെപ്സ് എന്തൊക്കെയാണ്. ആദ്യം DNA ഐസൊലേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്തു, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിസ് ഉപയോഗിച്ച് DNA കട്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇലക്ട്രോഫോറസിസ് ചെയ്തു. എന്നിട്ട് DNA ഫ്രാഗ്മെൻസിനെ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയ ഫ്രാഗ്മെൻസിനെയൊക്കെ നമ്മൾ സതേൺ ബ്ലോട്ടിംഗ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു നൈട്രോ സെല്ലുലോസ് ഫിൽറ്റർ പേപ്പറിലേക്ക് അല്ലെങ്കിൽ നൈലോണിലേക്ക് നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്തു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഒരു VNTR പ്രോബ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ സെപ്പറേറ്റ് ചെയ്ത DNA ഫ്രാഗ്മെൻസിനെ ഹൈബ്രിഡൈസ് ചെയ്തു. എന്നിട്ട് എവിടെയൊക്കെയാണോ ഹൈബ്രിഡൈസേഷൻ നടന്നത് അവിടെ അതൊരു റേഡിയോ ആക്ടിവിറ്റി വെച്ചിട്ട് നമ്മളതിനെ ഡിറ്റക്റ്റ് ചെയ്തു. എ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് DNA ഫിംഗർ പ്രിൻറ്റിംഗ് ആണ് താഴെ കാണിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. The VNTR belongs to the class satellite DNA refers to as mini satellite. Okay. The small DNA sequence is arranged randomly in many copy number. ഓക്കെ, ഒരുപാട് റിപ്പീറ്റ്സ് ഒരുപാട് നമ്പറിൽ കാണപ്പെടുന്നുണ്ട്. ദ കോപ്പി നമ്പർ വേരിയസ് ഫ്രം ക്രോമസോം ടു ക്രോമസോം ഇൻ ഒരു ഇൻഡിവിജ്വലിൽ തന്നെ ഓരോ ക്രോമസോമിലും ഈ VNTRൻ്റെ കോപ്പി നമ്പേഴ്സ് വേരി ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ദ നമ്പർ ഓഫ് റിപ്പീറ്റ്സ് ഷോ വെരി ഹൈ ഡിഗ്രി ഓഫ് പോളിമോർഫിസം. ഓക്കെ, അതാണ് പറയുന്നത്. ദീസ് ബാൻഡ്സ് ഗിവ് എ ക്യാരക്ടറിസ്റ്റിക് പാറ്റേൺ ഓഫ് ഇൻഡിവിജ്വൽ ഓഫ് DNA. അപ്പോൾ നമ്മൾ ഈ ഹൈബ്രിഡൈസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓട്ടോ റേഡിയോഗ്രാം കിട്ടും. അപ്പോൾ പല സൈസിലുള്ള ബാൻഡ്സ് ആയിരിക്കും ഈ ഓട്ടോ റേഡിയോഗ്രാമിൽ ഉള്ളത്. അപ്പോൾ ഓരോ ബാൻഡിനെയും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഇൻഡിവിജ്വൽ DNAയുടെ പാറ്റേൺ നമുക്ക് ക്യാരക്ടറൈസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇറ്റ് ഡിഫർ ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ ഇൻ എ പോപ്പുലേഷൻ എക്സെപ്റ്റ് ഇൻ കേസ് ഓഫ് മോണോസൈഗോട്ടിക് ട്വിൻസിൽ മാത്രമേ ഇവർ ഈക്വലായിട്ട് കാണത്തുള്ളൂ. ബാക്കി എല്ലാത്തിലും എന്തായിരിക്കും, ഇത് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. The sensitivity of the technique has been increased by the polymerase chain reaction വഴി നമുക്ക് ഇതിൻ്റെ ടെക്നിക്കിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് സാധിക്കും. ഇപ്പം നോക്കി, ഇവിടെ എക്സാമ്പിൾ കാണിച്ചേക്കുവാണ്. പറ്റേണൽ ക്രോമസോമും മറ്റേണൽ ക്രോമസോമും എടുത്തിട്ടുണ്ട്. 3 ക്രോമസോംസ് ആണ് ഇവർ എടുത്തേക്കുന്നത്. ക്രോമസോം 7, ക്രോമസോം 2, ക്രോമസോം 6. ഓക്കെ, നമ്മൾ ക്രൈം നടന്ന നമുക്കിപ്പോൾ തലമുടിയാണ് കിട്ടിയെന്ന് വെച്ചോ, തലമുടിക്കകത്ത് നമ്മൾ DNA സീക്വൻസ് ചെയ്തു. അതിൻ്റെ 3 ക്രോമസോമിൻ്റെ അകത്തുള്ള അതിൻ്റെ ഓട്ടോ റേഡിയോഗ്രാമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. C എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത് അതിൽ നിന്ന് കിട്ടിയ ബാൻഡ്സ് ആണ്. ഓക്കെ, നമ്മളിനി Aയിൽ നിന്ന് കിട്ടിയ ബാൻഡ്സും Bയിൽ നിന്ന് കിട്ടിയ ബാൻഡ്സും ഇവിടെ ഇലക്ട്രോഫോറസിസ് ജെല്ലിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്കിവിടെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എന്താണ്, ഈ ക്രൈം നടന്നപ്പോൾ കിട്ടിയ തലമുടിയോ അല്ലെങ്കിൽ സാമ്പിളിൽ നിന്ന് കിട്ടിയ DNA-ആയിട്ട് ഏറ്റവും കൂടുതൽ മാച്ച് ആവുന്നത് ആരുടെ DNA ആണ്, Bയുടെ DNA ആണ്. കാരണം നോക്ക്, ഏകദേശം ഒരേ ലെവലിലാണ് അവയുടെ ബാൻഡ്സ് ഉണ്ടായിരിക്കുന്നത്. കണ്ടോ, എല്ലാ ബാൻഡ്സ്, യെല്ലോ കളർ ബാൻഡ് നോക്കുകയാണെങ്കിലും ബ്ലൂ കളർ ബാൻഡ് നോക്കുകയാണെങ്കിലും എല്ലാം തന്നെ ഏകദേശം ഈക്വൽ ആയിട്ടുള്ള ബാൻഡ്സ്, സെയിം ലെവലിലുള്ള ബാൻഡ് കിട്ടിയത് Bയിലെ ബാൻഡാണ്. അപ്പം നമുക്ക് മനസ്സിലായി AB എന്ന് പറഞ്ഞ 2 ഇൻഡിവിജ്വൽ ഉണ്ട്. അതിനകത്ത് കൂടുതൽ മാച്ചിങ് ആവുന്നത് Bയുടെ ഇൻഡിവിജ്വൽ ആയിട്ടാണ്. അപ്പോൾ ഈ ക്രൈമിനകത്തുള്ള പ്രതി അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെന്ന് പറയുന്നത് B ആണ്, A അല്ല. കാരണം മനസ്സിലായോ, നമുക്ക് കിട്ടിയ സാമ്പിളിനകത്ത് നമുക്കൊരു കൊലപാതകം അല്ലെങ്കിൽ ഒരു ക്രൈം നടന്ന സ്ഥലത്തു നിന്ന് കിട്ടിയ DNA-യും നമ്മൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ, നമ്മൾ പ്രതികളെന്ന് ഉദ്ദേശിക്കുന്ന ആൾക്കാർ 2 പേരുണ്ട്, Aയും Bയും. അവരുടെ DNA നമ്മൾ മാച്ച് ചെയ്ത് നോക്കിയപ്പം കൂടുതൽ മാച്ച് ആവുന്നത് Bയുമായിട്ടാണ്. അപ്പം നമുക്ക് മനസ്സിലായി B ആണ് അവിടെ കുറ്റം ചെയ്തേക്കുന്നതെന്ന് മനസ്സിലായി. അപ്പം അത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. അപ്പം നന്നായിട്ട് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. താങ്ക് യു.